എന്തിനാണ് ഇന്ത്യയോട് മാത്രം ഇത്ര ദേഷ്യമെന്ന് തോന്നിപ്പോവുകയാണ് ട്രംപിന്റെ ഭീഷണികൾ കാണുമ്പോൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉയർന്ന തീരുവ ഈടാക്കുന്നുവെന്ന് പറഞ്ഞാണ് 25% തീരുവ ആദ്യം ചുമത്തിയത്. പിന്നീട് ഭീഷണി മറികടന്ന് റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നതിന് പിഴയായി. അങ്ങനെ ഇന്ത്യൻ കയറ്റുമതിക്ക് തീരുവ 50%. ഇപ്പോൾ ട്രംപ് പറയുന്നത് വ്യാപാര കരാറിലെ ചർച്ച പോലും ഇതിലൊരു തീരുമാനമായിട്ട് മതിയത്രേ. എന്തായാലും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം ഇതിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറല്ല. സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെ എത്തുകയാണ് ഇന്ത്യയിലേക്ക്. പുടിനുമായുള്ള സൗഹൃദം ദൃഢമാകുമ്പോൾ ട്രംപിന്റെ കാര്യം ഇനി എന്താകും? ഉപേക്ഷിക്കുകയാണോ ഈ സൗഹൃദം മോദിയും? അങ്ങനെ ആകാംക്ഷകൾ ഒരുപാട് നിറഞ്ഞതാണ് വേൾഡ് പൊളിറ്റിക്സ്. പക്ഷേ നേതാക്കന്മാരുടെ ഈ രാഷ്ട്രീയ തീരുമാനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെ ബാധിക്കും? താരിഫ് യുദ്ധത്തിൽ പിടഞ്ഞു വീഴുക ആരൊക്കെ? തിരിഞ്ഞു നോക്കാം പോയ വാര ലോക കാഴ്ചകളിലേക്ക്. പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടെ വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ ഈ ലോകത്ത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവകാശമുണ്ടെന്നിരിക്കെയാണ് ട്രംപ് സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുന്നത്. റഷ്യയുമായി വ്യാപാരം നടത്തുന്നതിന് ട്രംപ് എന്തിനാണ് ഈ അരിശം കൊള്ളുന്നത്? മിഡിൽ ഈസ്റ്റിനെ വിട്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള 80% എണ്ണയും വാങ്ങുന്നത് അത് ലാഭകരമായ ബിസിനസ് ആയതുകൊണ്ടാണ്. ആഗോള മാർക്കറ്റിൽ $80 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് വില. പക്ഷേ റഷ്യയിൽ നിന്ന് $60 ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കും. അത് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. യുക്രൈൻ ജനതയ്ക്ക് എതിരാണ് ഇന്ത്യയുടെ നയമെന്നൊക്കെ ട്രംപ് പുറമേ പറഞ്ഞാലും അതൊന്നുമല്ല ട്രംപിന്റെ പ്രശ്നമെന്ന് അറിയാവുന്നതാണല്ലോ. ഇനി എന്ത് പറഞ്ഞാലും നീതീകരിക്കാനാകാത്തതാണ് ട്രംപിന്റെ ഈ നയങ്ങൾ. കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപ് തുടങ്ങിവെച്ച താരിഫ് യുദ്ധം ലോകത്തിന്റെ തന്നെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ പിടിവാശികൾക്ക് പ്രത്യാഘാതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യയാണ്. പകരച്ചുങ്കമായ 25% തീരുവ ചുമത്തിയത് ഓഗസ്റ്റ് 1 അർദ്ധരാത്രിയിൽ പ്രാബല്യത്തിൽ വന്നു. ഇനി റഷ്യൻ ബന്ധത്തിന് പിഴയായി ചുമത്തിയ 25% കൂടി ഓഗസ്റ്റ് 27 പ്രാബല്യത്തിൽ വരുന്നതോടെ ബ്രസീലിനൊപ്പം ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറും. 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $12,920 കോടി. ഇതിൽ 4000 കോടിയോളം വ്യാപാര മിച്ചമാണ് ഇന്ത്യക്കുള്ളത്. ഈ നേട്ടത്തിന് തിരിച്ചടി നേരിടും. ആഭരണങ്ങളുടെയും രത്നങ്ങളുടെയും മാത്രം കയറ്റുമതിയിൽ പ്രതിവർഷം നടക്കുന്നത് $1000 കോടി വ്യാപാരമാണ്. പകരച്ചുങ്കം പ്രാബല്യത്തിലായതോടെ ഇനി കയറ്റുമതിയുടെ വേഗം കുറയും, കയറ്റുമതി ചെലവ് കൂടുകയും ചെയ്യും. ഇത് ഉൽപ്പന്നങ്ങളുടെ നിരക്ക് സ്വാഭാവികമായും ഉയർത്തും. ഇന്ത്യയിൽ നിന്നുള്ള പേറ്റന്റ് ഇല്ലാത്ത ജനറിക് മരുന്നുകളുടെ പ്രധാന വിപണിയാണ് അമേരിക്ക. ഏകദേശം $800 കോടി വാർഷിക കയറ്റുമതിയാണ് നടക്കുന്നത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന മരുന്നിന്റെ സിംഹഭാഗവും ഇന്ത്യയിൽ നിന്ന് ഉള്ളതായതിനാൽ വിലക്കയറ്റം ബാധിക്കുന്നത് അമേരിക്കൻ പൗരന്മാരെ കൂടിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ എന്നിവയ്ക്ക് ഇനി അമേരിക്കയിൽ വില കൂടുമ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം വിപണികൾക്ക് ഇനി നേട്ടമാകും. ഇന്ത്യയെ പ്രധാന നിർമ്മാണ ഹബ്ബായി ആപ്പിൾ എന്ന ഭീമൻ വ്യവസായി മാറ്റുന്നതിനിടെ വന്ന ഈ ചുങ്ക തിരിച്ചടി കാരണം ആപ്പിൾ വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ ചേക്കേറുമെന്ന സൂചനയുമുണ്ട്. ബസ്മതി അരി, സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, പുകയില, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് കാർഷിക മേഖലയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി. $280 കോടി ചെമ്മീനാണ് ഇന്ത്യ കഴിഞ്ഞ സാമ്പത്തിക വർഷം അമേരിക്കയിലേക്ക് മാത്രം കയറ്റി അയച്ചത്. ഇതുവരെ ചെമ്മീനിന് തീരുവ ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്താണ് 25% തീരുവ ബാധ്യത ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. ഇനി അമേരിക്കയിലെ ചെമ്മീൻ വിപണി ഇന്ത്യയെ മറികടന്ന് ഇക്വഡോർ സ്വന്തമാക്കും. ഇക്വഡോറിന് 10% മാത്രമാണ് തീരുവ. കേരളത്തിനും പ്രത്യേകമായി ഈ പ്രതിസന്ധി പ്രത്യാഘാതം സൃഷ്ടിക്കും. കാർഷിക സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ കേരളത്തിന് നിർണായകമായ പങ്കുണ്ട്. സമുദ്രോൽപ്പന്നങ്ങളുടെ ഇന്ത്യൻ കയറ്റുമതിയിൽ
14% കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനത്തിന്റെയും കശുവണ്ടിയുടെയും തേയിലയുടെയും കയറിന്റെയും പ്രധാന വിദേശ മാർക്കറ്റ് അമേരിക്കയാണ്. എന്നിരിക്കെ തീരുവയുദ്ധം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സർക്കാരിന്റെ ധനസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് വിലയിരുത്തുന്നു. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയിൽ, അതായത് GDP വളർച്ചയിൽ 0.20%-നും 0.30%-നും ഇടയിൽ കുറവുണ്ടായേക്കുമെന്നാണ് ആഗോള റിസർച്ച് ഏജൻസികൾ പറയുന്നത്. 25% തീരുവ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ഓഹരി വിപണിയിലും ഇടിവ് നേരിട്ടു. അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ഇതിനിടെ 5 വട്ടം നടന്നു. ഇനി 6ാം വട്ട ചർച്ചയ്ക്കായി US സംഘം അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് വരാനിരിക്കെയാണ് ഇടുത്തി പോലെ ട്രംപിന്റെ അടുത്ത പ്രഖ്യാപനം വന്നത്. തീരുവ വിഷയത്തിൽ തീരുമാനമായിട്ട് മതി ഇനി വ്യാപാര കരാർ ചർച്ച. ട്രംപിന്റെ ആവശ്യം ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് തുറന്നു നൽകണം എന്നതാണ്. ക്ഷീരമേഖലയിലും സമുദ്രമേഖലയിലുമുള്ള വിപണി അമേരിക്കയ്ക്ക് വേണം. ഇത് ഇന്ത്യൻ കർഷകരെ ബാധിക്കും എന്നതിനാൽ സാധിക്കില്ലെന്ന് ഇന്ത്യ നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇരട്ട ചുങ്കം ചുമത്തിയാലും എന്തു വില കൊടുത്തും രാജ്യത്തെ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അങ്ങനെ ആ കരാറിന്റെ കാര്യത്തിലും ഉടൻ തീരുമാനമാകില്ലെന്ന് ചുരുക്കം. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യക്ക് തിരിച്ചടി നൽകി അമേരിക്ക നേട്ടം കൊയ്തു. നോക്കാം. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് വഴി US-ന് വൻ വരുമാന വളർച്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിമാസം $50 മില്യൺ വരുമാനം ഇതുവഴി US-ന് ലഭിക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താരിഫുകളിൽ നിന്ന് അമേരിക്ക പ്രതിമാസം $50 ബില്യൺ വരെ പിടിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് വ്യാഴാഴ്ച പറഞ്ഞു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണ് അമേരിക്കയെ ലോകത്തെ അചഞ്ചലമായ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്നത്. അതിന് ട്രംപ് കണ്ട പ്രധാന മാർഗം താരിഫ് തന്നെ. താരിഫ് കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയാണ് ട്രംപ്. പക്ഷേ അപ്പോഴും പാകിസ്ഥാനെ തലോടുകയും ചൈനയ്ക്ക് ചർച്ചയ്ക്കും ആലോചനയ്ക്കുമുള്ള സമയവും നൽകുകയും ചെയ്തു. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമെന്ന് ട്രംപ് പറയുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ രാജ്യങ്ങളും ചുമത്തും പോലെ 17% തീരുവ മാത്രമേ ഇന്ത്യ ചുമത്തുന്നുള്ളൂ. ഇതാകട്ടെ ആഗോള വ്യവസ്ഥകൾക്ക് എതിരുമല്ല താനും. ചൈനയുമായുള്ള കരാറിൽ ധാരണയായില്ലെങ്കിൽ മാത്രമാണ് ചൈനയ്ക്ക് മേൽ 125% തീരുവ ചുമത്തുക. അതിന് 90 ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ചർച്ചകൾ തുടരുകയുമാണ്. റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയാണ് എന്നിരിക്കെ കൂടിയാണ് ഈ മൃദു സമീപനം. ട്രംപിന്റെ ഈ ഇരട്ടത്താപ്പിനെയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. താരിഫിൽ മുട്ടുമടക്കാത്ത ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ച് ബദൽ മാർഗങ്ങൾ തേടുകയാണ്. ഇന്ത്യക്കൊപ്പം വൻ താരിഫുള്ള ബ്രസീൽ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ താരിഫ് ഭീഷണി ഇന്ത്യയും ബ്രസീലും ഒരുമിച്ച് നേരിടുമെന്ന് ബ്രസീൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏകപക്ഷീയ തീരുവയെക്കുറിച്ച് ചർച്ച നടത്തിയെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സിൽവ പറഞ്ഞു. ഒപ്പം റഷ്യയുമായി ഇപ്പോൾ ഊഷ്മളമായ ചർച്ചകൾ നടക്കുകയുമാണ്. പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു. ഒരു പക്ഷേ ട്രംപിന്റെ സ്വപ്ന കൂടാരത്തെ തകർത്തുകൊണ്ട് ലോകക്രമങ്ങൾ തന്നെ ഇനി മാറി മറിഞ്ഞേക്കും.